സീറ്റ് നിർണയത്തെ ചൊല്ലി കോൺഗ്രസിൽ പൊട്ടിത്തെറി. എംപിമാർ കടുത്ത പ്രതിഷേധത്തിലാണ്. സീറ്റ് വിഭജനം ഏകപക്ഷീയമായെന്നാണ് ആരോപണം. കെ സുധാകരനെ MK രാഘവൻ കണ്ടു. വിവരങ്ങളുമായി രാജീവ് ഒപ്പം ചേരുകയാണ്. രാജീവ്, ഈ MK രാഘവൻ നേരത്തെ നിയമസഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യം അറിയിച്ചിരുന്ന ആളാണ്. സ്വാഭാവികമായും സുധാകരനെ MK രാഘവൻ കാണുമ്പോൾ അത് അതൃപ്തരുടെ കൂടിക്കാഴ്ചയായി മാറുന്നുണ്ടോ? കൃഷ്ണരാജ്, ഈ ഒരു ഘട്ടത്തിൽ അങ്ങനെ തന്നെ കാണേണ്ടി വരും. പ്രത്യേകിച്ചും നേരത്തെ തന്നെ എംപിമാർ പലരും മത്സരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നതാണ്, ആഗ്രഹം മുന്നോട്ട് വെച്ചിരുന്നതാണ്. അതിൽ തന്നെ കൊടിക്കുന്നിൽ സുരേഷുണ്ട്, രാജ്മോഹൻ ഉണ്ണിത്താനുണ്ട്, MK രാഘവനുണ്ട്, കെ സുധാകരനുണ്ട്. കെ സുധാകരൻ എന്തായാലും വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. പല നേതാക്കളും അനുനയ നീക്കമൊക്കെ നടത്തിയെങ്കിലും കെ സുധാകരൻ ഇതുവരെ വഴങ്ങിയിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് രമേശ് ചെന്നിത്തല നേരിട്ട് ഡൽഹിയിലെ ഫ്ളാറ്റിലെത്തി കെ സുധാകരനെ അനുനയിപ്പിക്കാനുള്ള നീക്കം നടത്തിയത്. എന്നാൽ കെ സുധാകരൻ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ഇന്ന് 11 മണിയോടെ അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കാനുള്ള സാധ്യതയുണ്ട്. ഹൈക്കമാൻഡ് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും അതിനോട് അനുകൂലമായി ഇതുവരെ കെ സുധാകരൻ പ്രതികരിച്ചിട്ടില്ല. പ്രധാനമായും കെ സുധാകരൻ ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ KPCC അധ്യക്ഷ സ്ഥാനം മാറിയപ്പോൾ, അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയപ്പോൾ പറഞ്ഞത് നിയമസഭയിലേക്ക് അവസരം നൽകാമെന്നാണ്. എന്നാൽ ഇത് ഹൈക്കമാൻഡ് പാലിക്കുന്നില്ല. തന്നെ അപമാനിക്കാനുള്ള ശ്രമമാണ് ഹൈക്കമാൻഡ് നടത്തുന്നത് എന്നാണ് പ്രധാനമായും കെ സുധാകരൻ ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ കെ സുധാകരനെ അനുകൂലിച്ചുകൊണ്ട് പ്രകടനം ഉൾപ്പെടെ നടന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് കൂടുതൽ കോൺഗ്രസ് എംപിമാർ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ തങ്ങൾ പറഞ്ഞ പേരുകൾ പരിഗണിച്ചില്ല എന്നാണ് പ്രധാനമായും എംപിമാർ ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനുണ്ട്, ശശി തരൂരുണ്ട്, MK രാഘവനുണ്ട്. ഈ രീതിയിൽ കോൺഗ്രസിൽ കൂടുതൽ പൊട്ടിത്തെറികൾ ഉണ്ടാവുകയാണ്. പ്രധാനമായും എംപിമാർ തന്നെ പരസ്യ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത് കോൺഗ്രസിന് വലിയ തലവേദനയാണ് ഈ ഘട്ടത്തിൽ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ചും ഇനി 20 ദിവസം മാത്രമാണ് പരസ്യപ്രചാരണം അവസാനിക്കാൻ ശേഷിക്കുന്നത്. ഇതിനിടെയാണ് കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസമാണ് 55 പേരുടെ പട്ടിക കോൺഗ്രസ് പുറത്തിറക്കിയത്. അതിൽ തന്നെ ഈ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു, പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു. തങ്ങളുടെ ഭാഗം കേട്ടില്ല എന്ന് എംപിമാർ പരസ്യമായി പറയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമാണ് താൻ, എന്നിട്ട് പോലും തിരുവനന്തപുരത്ത് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ താൻ പറഞ്ഞ പേരുകൾ ഒന്നുപോലും പരിഗണിച്ചില്ല എന്നാണ് ശശി തരൂർ ആരോപിക്കുന്നത്. ഇതുപോലെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനും കാസർഗോഡ് താൻ മുന്നോട്ട് വെച്ച പേരുകൾ വെട്ടിമാറ്റിയെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നു. MK രാഘവനും ഇതേ രീതിയിൽ തന്നെയാണ് പരാതിയുമായി രംഗത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു അനുനയ നീക്കമായി നിലവിലെ സാഹചര്യത്തിൽ കാണാൻ കഴിയില്ല. അതൃപ്തി കൂടുതൽ രൂക്ഷമാണ്. രാജീവ്, ഈ MK രാഘവൻ കെ സുധാകരനെ കണ്ട ശേഷം പറയുന്നത് എന്താണെന്നറിയോ? അതായത്, ഞാൻ ഒരിക്കലും MLA ആയി മത്സരിക്കണം, നിയമസഭയിലേക്ക് മത്സരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. പാർട്ടി എന്നോടാണ് ആവശ്യപ്പെട്ടത്. പാർട്ടി എന്തു പറഞ്ഞാലും അനുസരിക്കുക എന്നുള്ളത് എല്ലാവർക്കും ബാധകമാണ്. പിന്നെ ഇപ്പോഴത്തെ സ്ഥാനം ഞാനതിൽ കംഫർട്ടാണ് എന്നാണ് MK രാഘവൻ പറയുന്നത്. അത് സൂചിപ്പിക്കുന്നത് എന്താണ്? സുധാകരൻ അയഞ്ഞെന്നോ അതോ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ബാധകമാണെന്ന താക്കീതോ MK രാഘവൻ നൽകുന്നത്? കൃഷ്ണരാജ്, ഏതായാലും MK രാഘവന്റെ വാക്കുകളിൽ തന്നെ ആ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് നേരത്തെ KPCC തന്നെയാണ് എംപിമാർ മത്സരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. മാത്രമല്ല, KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന സമയത്ത് ഹൈക്കമാൻഡും കെ സുധാകരന് ഇത്തരമൊരു ഉറപ്പ് നൽകിയിരുന്നു. നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാമെന്നായിരുന്നു ആ ഉറപ്പെങ്കിൽ അത് പാലിച്ചില്ല എന്നാണ് കെ സുധാകരൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ കെ സുധാകരൻ അയയാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം നേരത്തെ തന്നെ ഹൈക്കമാൻഡ് അതിനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു, അനുനയ നീക്കങ്ങൾ പലരെ കൊണ്ട് നടത്തിയിരുന്നു. രമേശ് ചെന്നിത്തല മാത്രമല്ല, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ കെ സുധാകരനെ നേരിൽ കണ്ട തീരുമാനത്തിൽ നിന്ന് പിന്മാറണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചെങ്കിലും കെ സുധാകരൻ വഴങ്ങിയിരുന്നില്ല. ഇതിനുശേഷമാണ് ഏതായാലും ഇന്ന് MK രാഘവൻ കൂടി നേരിട്ട് കണ്ടിരിക്കുന്നത്. പക്ഷേ MK രാഘവൻ ഉൾപ്പെടെയുള്ളവർക്കും വലിയ അതൃപ്തി ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം KPCC മത്സരിക്കണമെന്ന് ആവശ്യം നേരത്തെ മുന്നോട്ട് വെക്കുന്നു. ഹൈക്കമാൻഡ് ഇടപെട്ടുകൊണ്ട് മത്സരിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കൊടിക്കുന്നിൽ സുരേഷ്, അതുപോലെ തന്നെ അടൂർ പ്രകാശ്, MK രാഘവൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവരെല്ലാം തന്നെ തിരിച്ച് കേരള രാഷ്ട്രീയത്തിലേക്ക് എത്തണം, കേരളത്തിൽ നിയമസഭയിലേക്ക് മത്സരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നവരാണ്, ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നവരാണ്. അന്ന് KPCC നേതൃത്വം അതിനോട് അനുകൂലമായി പ്രതികരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്ന് പറയുന്നത് അവരെ പരിഗണിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർ മുന്നോട്ട് വെച്ച പേരുകൾ പോലും വെട്ടിമാറ്റുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ശശി തരൂർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് അതുതന്നെയാണ്. കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമെന്ന നിലയിൽ തിരുവനന്തപുരത്ത് താൻ മുന്നോട്ട് വെച്ച ഒരു പേര് പോലും പരിഗണിച്ചില്ല എന്നാണ് ശശി തരൂർ പറയുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താനും അതേ വികാരം തന്നെയാണ്. താൻ
ആരെയൊക്കെ മത്സരിപ്പിക്കരുതെന്ന് പറഞ്ഞു അവരെയൊക്കെ തെരഞ്ഞു പിടിച്ച് മത്സരിപ്പിക്കുന്നു, സീറ്റ് നൽകുന്നു എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രധാനമായും കുറ്റപ്പെടുത്തുന്നത്. ഈ വികാരം നേതൃത്വത്തെ അവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറികൾ തുടരുകയാണ്. പ്രത്യേകിച്ചും പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി 20 ദിവസം മാത്രം ശേഷിക്കുമ്പോഴും സ്ഥാനാർത്ഥി നിർണ്ണയം ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നു. 55 സീറ്റുകൾ പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോൾ പോലും ആ സീറ്റുകളുടെ കാര്യത്തിൽ പോലും വലിയ തർക്കങ്ങളും പൊട്ടിത്തെറികളും ഒക്കെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ച പല സീറ്റുകളിലും പല സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും വലിയ തർക്കങ്ങൾ പ്രാദേശികമായി പോലും ഉടലെടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രാജീവ്, ഈ ഡൽഹിയിലെ ഫ്ളാറ്റിൽ മൂകനായി ഒറ്റയ്ക്കിരിപ്പാണ് കെ സുധാകരൻ എന്ന് കേൾക്കുന്നു. ആര് വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല എന്നും കേൾക്കുന്നുണ്ട്. അതായത് സുധാകരൻ രണ്ടും കൽപ്പിച്ചാണെന്നത് ശരി തന്നെ. മറുവശത്ത് സുധാകരൻ ഇനി എന്ത് ചെയ്യും, വാർത്താ സമ്മേളനത്തിൽ എന്താവും പറയുക, അത് ഉറ്റുനോക്കുകയാണല്ലോ രാഷ്ട്രീയ കേരളം. അതിൽ ആശങ്കപ്പെട്ട് നെഞ്ചിടിപ്പ് കൂടുകയാണല്ലോ കോൺഗ്രസിന്. കൃഷ്ണരാജ്, പ്രധാനമായും കോൺഗ്രസിന് ഒരു അനുകൂല സാഹചര്യമാണ് നിലവിൽ കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ടി കെ ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ പാർട്ടിയിൽ നിന്ന് മാറി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ണൂരിൽ നിലനിൽക്കുന്നുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി കണ്ണൂരിലുണ്ട്. പക്ഷേ അതൊന്നും മുതലെടുക്കാൻ നിലവിൽ ഇപ്പോൾ കോൺഗ്രസിന് കഴിയുന്നില്ല. കെ സുധാകരനെ ചൊല്ലി അവിടെ തർക്കം വലിയ രൂക്ഷമായി തുടരുകയാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസമാണ് കെ സുധാകരൻ അനുകൂലികൾ അവിടെ പരസ്യ പ്രകടനവുമായി എത്തിയത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ കെ സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കാൻ ഒരു തീരുമാനത്തിലേക്ക് പോവുകയാണ്. അതായത് കോൺഗ്രസിൽ നിന്ന് മാറി സ്വതന്ത്രനായി മത്സരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. അത്തരം കടുത്ത നീക്കങ്ങളിലേക്ക് കെ സുധാകരൻ പോകാനുള്ള സാധ്യതയുണ്ടോ എന്നാണ് ഇനി അറിയേണ്ടത്. കാരണം നേരത്തെ അനുനയ നീക്കങ്ങളൊക്കെ നടത്തിയപ്പോൾ അതിനോട് അനുകൂലമായി കെ സുധാകരൻ പ്രതികരിച്ചിട്ടില്ല. ഈ സാഹചര്യം ചൂണ്ടിക്കാണിക്കുന്നത് അത്തരം കടുത്ത നടപടികളിലേക്ക്, നീക്കങ്ങളിലേക്ക് ഒരുപക്ഷെ കെ സുധാകരൻ പോകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. നേരത്തെ കണ്ണൂരിൽ അദ്ദേഹം വൈകാരികമായി പ്രസംഗിച്ചിരുന്നു. ആ വൈകാരിക പ്രസംഗത്തിലും അദ്ദേഹം അത്തരത്തിലുള്ള ചില സൂചനകൾ നൽകിയിരുന്നു. കണ്ണൂർ എന്നും തനിക്കൊപ്പമാണ് നിൽക്കുന്നതെന്ന സൂചനയാണ് കെ സുധാകരൻ നൽകിയത്. അങ്ങനെയെങ്കിൽ അത്തരം കടുത്ത നടപടികളിലേക്ക് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ്, മുൻ KPCC അധ്യക്ഷൻ അദ്ദേഹം പോകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ഏതായാലും 11 മണിക്ക് അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിൽ ഉണ്ടാകാനുള്ള 2 സാധ്യതകളിൽ ഒന്നെന്ന് പറയുന്നത് അദ്ദേഹം കടുത്ത തീരുമാനത്തിലേക്ക് പോകാം, മറ്റൊന്ന് ഹൈക്കമാൻഡിന് അദ്ദേഹം താൽക്കാലികമായി അദ്ദേഹം വഴങ്ങാം. പ്രചാരണ രംഗത്ത് നിന്ന് അദ്ദേഹം മാറി നിൽക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അത്തരം നടപടികളിലേക്ക് അദ്ദേഹം പോകുമോ എന്ന് ഏതായാലും കുറച്ച് സമയത്തിനകം തന്നെ വ്യക്തമാകും. ഏതായാലും കൂടുതൽ അനുനയ നീക്കങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു, മുതിർന്ന നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് വെട്ടിലായിരിക്കും. എന്തൊക്കെ നിലപാട് ഉറച്ചു നിന്നാലും, MP-മാരും മത്സരിക്കേണ്ട എന്ന് പറഞ്ഞാലും, നിലവിലെ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ അതേപടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞാലും, സുധാകരൻ്റെ വിഷയം വരുമ്പോൾ കോൺഗ്രസ്സിന് അത്ര പെട്ടെന്ന് ഒരു കടുത്ത നിലപാടെടുക്കാൻ പറ്റുമോ സംശയമാണ്. കാരണം ഒടുവിൽ കേൾക്കാനിരിക്കുന്നത് കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കും എന്ന വാർത്തയായിരിക്കുമോ? തീർച്ചയായും കൃഷ്ണരാജ്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം കെ സുധാകരനെ ഒഴിവാക്കി കണ്ണൂരിൽ മുന്നോട്ട് പോവുക എന്നത് കോൺഗ്രസിന് വലിയ വെല്ലുവിളിയാണ്, വലിയ പ്രതിസന്ധിയാണ്. കാരണം ഇത്രയും അനുകൂല സാഹചര്യം ഉണ്ടായിട്ട് പോലും അത് മുതലെടുക്കാൻ പോലും കഴിയാതെ കോൺഗ്രസ് ഈ പ്രതിസന്ധിയിലേക്ക് പോകുന്നതിൻ്റെ പ്രധാന കാരണം കെ സുധാകരനാണ്. അതുകൊണ്ട് തന്നെ കെ സുധാകരനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിലേക്ക് ഹൈക്കമാൻഡ് പോകുമോ എന്നത് ഇനി കണ്ടറിയേണ്ട കാര്യമാണ്. ഹൈക്കമാൻഡ് ആ രീതിയിൽ വഴങ്ങുകയാണെങ്കിൽ വീണ്ടും കൂടുതൽ ആവശ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അടൂർ പ്രകാശും തനിക്ക് മത്സരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അതിനോട് ഹൈക്കമാൻഡ് അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. അത്തരമൊരു ആവശ്യം നടപ്പാക്കാൻ കഴിയില്ല എന്നാണ് ഹൈക്കമാൻഡ് വ്യക്തമാക്കിയിരിക്കുന്നത്. കെ സുധാകരൻ ഇളവ് നൽകുകയാണെങ്കിൽ അടൂർ പ്രകാശും ഇത്തരമൊരു ആവശ്യവുമായി രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ MP-മാർ ഈ ആവശ്യം ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. അത് വലിയ തർക്കങ്ങളിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുപോകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏതായാലും താൽക്കാലികമായെങ്കിലും കെ സുധാകരൻ്റെ ആവശ്യത്തിന് ഹൈക്കമാൻഡ് വഴങ്ങുമോ എന്നാണ് അറിയേണ്ടത്. കാരണം ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും താൻ തയ്യാറല്ല എന്ന് എല്ലാ നേതാക്കളോടും കെ സുധാകരൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. അതിന് കാരണമായി കെ സുധാകരൻ പറയുന്നത് തന്നെ അപമാനിക്കുകയാണ് കോൺഗ്രസ് ചെയ്തിരിക്കുന്നത്. കാരണം KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയപ്പോൾ പ്രധാനമായും പറഞ്ഞത്, അതായത് ഏകപക്ഷീയമായാണ് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റുന്നത്. ആ ഘട്ടത്തിൽ ഹൈക്കമാൻഡ് ഉറപ്പ് നൽകിയത് നിയമസഭയിലേക്ക് തൻ്റെ പേര് പരിഗണിക്കുമെന്നാണ്. എന്നാൽ ഇപ്പോൾ ആവർത്തിച്ച് തന്നെ അപമാനിച്ചു കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും താനില്ല എന്നാണ് കെ സുധാകരൻ
സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, അതായത് കേരളത്തിൽ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ നിലവിലെ സാഹചര്യത്തിൽ കെ സുധാകരനെ മാറ്റി നിർത്തി തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണെങ്കിൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാകും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു ഭരണം നഷ്ടപ്പെടുന്നത് പേരാവൂർ സണ്ണി ജോസഫ് KPCC പ്രസിഡന്റിന്റെ പോസ്റ്ററിന്റെ മുഖത്ത് ഒട്ടിച്ചിരിക്കുന്നു, ഒന്നും മറന്നു പോകരുതെന്ന്. അതായത് ഒരുപക്ഷെ കണ്ണൂരിൽ സുധാകരൻ മത്സരിച്ചില്ലെങ്കിൽ, പ്രചാരണ രംഗത്തിറങ്ങാതെ മാറി നിന്നാൽ, മറ്റൊരു പാർട്ടിയിലേക്ക് പോയില്ലെങ്കിൽ പോലും കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് വലിയ അടിയാണ്. കാരണം സുധാകരൻ അവിടെ കോൺഗ്രസിന് വൈകാരികമായൊരു ബിംബമാണ്. തീർച്ചയായും കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം കെ സുധാകരൻ എന്ന നേതാവിനെ അവർക്ക് ആ രീതിയിൽ മാത്രമേ കാണാൻ കഴിയൂ. വളരെ വൈകാരികമായ അടുപ്പം കെ സുധാകരനുമായി കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. കണ്ണൂരിൽ CPM-ന്റെ എല്ലാ വെല്ലുവിളികളെയും മറികടന്നുകൊണ്ട് കോൺഗ്രസിന് ഒരു പേരുണ്ടാക്കി കൊടുത്ത നേതാവാണ് കെ സുധാകരൻ. മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കെ സുധാകരനുള്ള വൈരാഗ്യം, അതായത് നേർക്കുനേർ പോരാടിയ കാലമൊക്കെ നമുക്കറിയാവുന്നതാണ്. പലതവണ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ കെ സുധാകരനും ഇത് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ രീതിയിലുള്ള വൈകാരികമായ അടുപ്പം കണ്ണൂരുമായി കെ സുധാകരനുണ്ട്. ആ കെ സുധാകരനെ മാറ്റി നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോയാൽ കോൺഗ്രസിന് അത് ആത്മഹത്യാപരമായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ചില നേതാക്കളും സൂചിപ്പിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ്. പക്ഷേ ഹൈക്കമാൻഡ് പറയുന്നത് MP-മാർ മത്സരിക്കേണ്ട എന്നത് ഹൈക്കമാൻഡ് തീരുമാനമാണ്. അത് നടപ്പാക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. അതിൽ വിട്ടുവീഴ്ച വരുത്തുകയാണെങ്കിൽ അത് എല്ലാവർക്കും ബാധകമാകും. അത് കൂടുതൽ MP-മാർ ഇത്തരമൊരു ആവശ്യം മുന്നോട്ട് വെക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഹൈക്കമാൻഡ് തീരുമാനം തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ രീതിയിൽ മത്സര രംഗത്തേക്ക് വരികയാണെങ്കിൽ അത് കോൺഗ്രസിനുള്ളിൽ കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഹൈക്കമാൻഡ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കമാൻഡ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഏതായാലും ഒട്ടും വഴങ്ങാതെ കെ സുധാകരൻ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. തനിക്ക് മത്സരിക്കണമെന്ന ആ നിലപാട് തന്നെയാണ് അദ്ദേഹം നേതാക്കളോട് വ്യക്തമാക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ എന്തായിരിക്കും കെ സുധാകരൻ്റെ അവസാനത്തെ തീരുമാനം? അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുമോ അല്ലെങ്കിൽ പ്രചാരണ രംഗത്ത് നിന്ന് മാറി നിൽക്കുമോ? കോൺഗ്രസ് ഹൈക്കമാൻഡിന് വഴങ്ങുമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. പലതരത്തിലുള്ള അനുനയ നീക്കങ്ങൾ നടക്കുന്നു. ഏതായാലും MK രാഘവൻ്റേത് ഒരു അനുനയ നീക്കമായി മാത്രം കാണാൻ കഴിയില്ല. കാരണം നേരത്തെ തന്നെയാണ് ഈ നേതാക്കൾ ഒരുമിച്ച് തീരുമാനമെടുത്തത്, MP-മാർ ഒരുമിച്ച് തീരുമാനമെടുത്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്ര MP-മാർ മത്സരിക്കണം. അതിൽ തന്നെ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ പേരുണ്ട്, MK രാഘവൻ്റെ പേരുണ്ട്, രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പേരുണ്ട്, കെ സുധാകരൻ്റെ പേരുണ്ട്. കെ സുധാകരൻ്റെ ഹൈക്കമാൻഡ് ഉറപ്പുകൂടി നൽകിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ പ്രസക്തമാകുന്നതും. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് കൊടുക്കുമ്പോൾ തനിക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെട്ടില്ല എന്ന് കെ സുധാകരൻ ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോൾ അത് കോൺഗ്രസിനുണ്ടാക്കുന്ന വെല്ലുവിളി വളരെ വളരെ വലുതാണ്. പ്രത്യേകിച്ചും നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം എങ്ങുമെത്താത്ത അവസ്ഥയിലേക്ക് പോകുന്നു. മാത്രമല്ല കെ സുധാകരനെ ചൊല്ലി കോൺഗ്രസിൽ പൊട്ടിത്തെറികൾ എല്ലാ ദിവസവും രൂക്ഷമാകുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. അതേതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശുഭകരമല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഘടകകക്ഷികളും വലിയ അതൃപ്തിയിലാണ്. എത്രയും വേഗം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം ഉണ്ടാകണമെന്ന് ഘടകകക്ഷികളും നിലവിൽ ഹൈക്കമാൻഡിനെ അറിയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ ഹൈക്കമാൻഡിനെ ഇക്കാര്യം അറിയിച്ചു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഒരു തരത്തിലുള്ള അനുനയ നീക്കത്തോടും നിലവിൽ കെ സുധാകരൻ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ഈ നിമിഷവും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷേ വരും മണിക്കൂറുകൾ അല്ലെങ്കിൽ വരും മിനിറ്റുകളിലൊക്കെ ഈ തീരുമാനം മാറാനുള്ള സാധ്യത ഒരുപക്ഷേ നമുക്ക് കാണേണ്ടി വരും. പ്രത്യേകിച്ചും ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നും വീണ്ടും ഒരു ഇടപെടൽ നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഓഫറുകൾ കെ സുധാകരന് നൽകുകയാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം തീരുമാനം മാറ്റിയേക്കും. മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ കോൺഗ്രസിന്റെ നിലനിൽപ്പ് തന്നെ വലിയ പ്രതിസന്ധിയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഭരണ തുടർച്ച എന്ന ഒറ്റ തീരുമാനത്തിൽ ഉറച്ചുകൊണ്ടാണ് CPM ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ തീരുമാനം നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ CPM പ്പോൾ അവിടെയാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് വലിയ പ്രതിസന്ധി, അതും മുൻ KPCC അധ്യക്ഷൻ കൂടിയായ കെ സുധാകരൻ കാരണം വലിയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത്. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസിൽ നടക്കുന്നില്ല, അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വിജയിക്കുന്നില്ല. ഹൈക്കമാൻഡ് നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. എന്നാൽ ഹൈക്കമാൻഡിനെ അംഗീകരിക്കാതെ, കേരളത്തിലെ മറ്റ് കോൺഗ്രസ് നേതാക്കളെ അംഗീകരിക്കാതെ കെ സുധാകരൻ ഒറ്റ നിലപാടുമായി മുന്നോട്ട് പോകുന്നു. തന്നെ സ്ഥാനാർത്ഥിയാക്കണം, അല്ലാതെ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്ന് പറയുമ്പോൾ കെ സുധാകരൻ മാത്രമല്ല കോൺഗ്രസിലെ മറ്റ് MP-മാർ കൂടി പരസ്യ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നു എന്നതാണ് കേരളത്തിൽ കോൺഗ്രസിന്റെ സാഹചര്യം. കൃഷ്ണരാജ്.